ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് വാലറ്റിൻ്റെ ഡീറ്റെയിൽസും കൂടാതെ നിങ്ങൾക്ക് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ബിസിനസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൺ സ്റ്റോക്ക് വെക്കാതെ, അതായത് കയ്യിൽ സ്റ്റോക്ക് വെക്കാതെ തന്നെ നിങ്ങൾക്ക് ഒരു വരുമാനം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ വാലറ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇത് ഫോക്സ് ലെതർ നെയിം വാലറ്റാണ്. ഇതിൽ നിങ്ങൾക്ക് 7 കളേഴ്സ് അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നെയിമും കൂടാതെ ഒരു ചാം ലിസ്റ്റ് അവൈലബിൾ ആണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചാമും സെലക്ട് ചെയ്യാം. ഒന്നിലധികം ചാം സെലക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ വാലറ്റിൻ്റെ റേറ്റ് വരുന്നത് 450 ഫ്രീ ഷിപ്പിംഗ് ഓൾ ഓവർ ഇന്ത്യയാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ചാം ആ ലിസ്റ്റിൽ നിന്ന് തന്നെ വീണ്ടും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 40 റുപ്പീസ് കൂടെയും വരുന്നതാണ്. ഇത് മാത്രമല്ല, നമ്മുടെ അടുത്ത് സ്കെച്ച് വാലറ്റും അവൈലബിൾ ആണ്. സ്കെച്ച് വാലറ്റിൻ്റെ റേറ്റ് വരുന്നത് 550 ഫ്രീ ഷിപ്പിംഗ് ഓൾ ഓവർ ഇന്ത്യയാണ്. ഇത് നമ്മളുടെ അടുത്ത് ഓഫർ ടൈമിലുള്ള റേറ്റ് അല്ല പറയുന്നത്, ഇത് ഓഫർ അല്ലാത്ത ടൈമിൽ വരുന്ന റേറ്റാണ്. നമ്മളിപ്പോൾ ക്രിസ്മസിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ ഓഫർ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കെച്ച് വാലറ്റ് 499 നെയിം വാലറ്റ് 399 റുപ്പീസിനും ഫ്രീ ഷിപ്പിംഗ് ഓൾ ഓവർ ഇന്ത്യ തന്നെ നിങ്ങൾക്ക് ഈ 2 പ്രോഡക്റ്റും കിട്ടുന്നതാണ് കേട്ടോ. കൂടാതെ നമ്മളിപ്പോൾ ഇയർ എൻഡിങ് ഓഫേഴ്സായിട്ട് കുറച്ച് ഹാമ്പേഴ്സ് എന്നല്ല, നിങ്ങൾക്ക് ഇതുപോലെ നെയിം വാലറ്റ് പ്ലസ് വേറെ ബൊക്കേസ് അല്ലെങ്കിൽ വേറെ പ്രോഡക്ട്സ് വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ സ്കെച്ച് വാലറ്റ് കോമ്പോസ് കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ഓഫർ നൽകുന്നുണ്ട്. അതിൽ നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പേപ്പർ ബോക്സസിലാണ് നമ്മൾ ഹാമ്പേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയും കോമ്പോസും ആയിട്ടും നമ്മൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. ആ ഓഫർ ഫ്രീ ഷിപ്പിംഗ് ഓൾ ഓവർ കേരള നമ്മൾ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആ പ്രോഡക്ട്സ് ഇന്ത്യയിൽ എവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതാണ്. കേരളത്തിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. കേരളത്തിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ DTDC ത്രൂ ആയിരിക്കും കൊറിയർ അയക്കുക. അതിൽ മാത്രമാണ് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ഒക്കെ ത്രൂ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചാർജ് വരും. അത് നിങ്ങൾക്ക് ഏത് പ്രൊഡക്ട്സാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. DTDC ത്രൂ ആണെന്നുള്ളത് നമ്മൾ എടുത്ത് പറയാറുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിനോട്. കാരണം നമുക്ക് പോസ്റ്റ് ഓഫീസിൽ ഇപ്പോൾ ഞാൻ ഒരു തവണ അയച്ചിട്ടുള്ളൂ. അതും എൻ്റെ ഒരു കസ്റ്റമർ അത്രയും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് അതുവഴി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതും ഓഫർ ടൈമിൽ ആ പ്രോഡക്റ്റ് അവർക്ക് വേണമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളവർക്ക് അയച്ചു കൊടുത്തു. ആ ടൈമിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത് ഇത് മിനി പോൾ റോഡ്സ് ആയിരുന്നു ഞാൻ അയച്ചത്. ഏകദേശം ആ പ്രോഡക്ട്സിനൊക്കെ ഒരു 50 രൂപയ്ക്ക് അടുത്തൊക്കെ അവിടെ ആവുള്ളൂ എന്നാണ്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ DTDC കൊടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ പൈസ കൂടുതലായിരുന്നു അവിടെ. അപ്പോൾ ഒരുപാടല്ല, ഒരു ചെറിയ പൈസ കൂടുതലായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് അവിടേക്ക് ട്രാവൽ എക്സ്പെൻസ് വരുന്നുണ്ട്. DTDC എനിക്ക് കുറച്ച് നിയറസ്റ്റ് ആയിട്ടാണുള്ളത്. സ്പീഡ് പോസ്റ്റിലേക്ക് കുറച്ചുകൂടെയും പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രാവൽ എക്സ്പെൻസും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ഷിപ്പിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക DTDC ത്രൂ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ. സ്പീഡ് പോസ്റ്റിൽ മുമ്പ് കൊറിയർ ചെയ്തിട്ടുള്ളവർക്കും ഇപ്പോൾ കൊറിയർ അയച്ചിട്ടുള്ളവർക്കും അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുമായിരിക്കും. ഞാൻ മുമ്പ് അയച്ചിട്ടില്ലെങ്കിൽ കേട്ടിട്ടുണ്ട് അവിടെ നല്ല കുറവാണ്. ചെറിയ ഐറ്റത്തിന് പാർസലായിട്ട് അയക്കുമ്പോൾ 42ഉം അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് അയക്കുമ്പോൾ 50 റുപ്പീസൊക്കെ അങ്ങനെ എന്തോന്ന് സ്റ്റാർട്ടിങ് വരാം. പിന്നെ വെയിറ്റ് കൂടുമ്പോൾ മാക്സിമം ചാർജ് ഇത്രയൊന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു തവണ പോയപ്പോൾ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ അത്ര അയക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്ക് ഓഫറിലുള്ള പ്രോഡക്റ്റ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്പറിലോട്ട് തന്നെ DM ചെയ്താൽ മതി. ഈ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, ഫോർ ഓർഡർ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ. അതിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ കൊടുത്തിട്ടുള്ള ഇയർ എൻഡിങ് ഓഫേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ സ്ക്രീനിൽ ഇപ്പോൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അയച്ചു തന്നാൽ മതി. അപ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഇനി നിങ്ങൾക്കിത് റീസെല്ല് ചെയ്യണം. റീസെല്ലിങ് നമ്മൾ ഓൾറെഡി കുറച്ചധികം പ്രോഡക്ട്സിന് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വാലറ്റൊക്കെ മാത്രം റീസെല് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ പ്രോഡക്ട്സ് വേണം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് റീസെല്ലിങ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നമ്മൾ ചെയ്തു തരുന്നതാണ് കേട്ടോ. റീസെല്ലിംഗ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വരുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സും അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾക്കൊരു പ്രൈസിനായിരിക്കും തരിക. ആ ഒരു പ്രൈസിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചൊരു റേറ്റ് കൂട്ടിയിട്ടിട്ട് നിങ്ങളുടെ പ്രോഫിറ്റായിട്ട് എടുക്കാം. നിങ്ങൾ കൂട്ടിയിടുന്ന പൈസ ആയിരിക്കും നിങ്ങൾക്ക് ഒരു വരുമാനമായിട്ട് ഉണ്ടാവുക. ബാക്കി നിങ്ങളുടെ കസ്റ്റമറുടെ അഡ്രസ്സും അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ പേയ്മെൻറ്റും നമുക്ക് അയച്ചു തന്നാൽ
നിങ്ങളുടെ ഫ്രം അഡ്രസ്സ് കൂടിയും തരണം. അപ്പോൾ നിങ്ങളുടെ ഫ്രം അഡ്രസ്സ് വെച്ചിട്ട് കസ്റ്റമറുടെ അഡ്രസ്സിലേക്ക്, അതായത് അവരുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് ടു അഡ്രസ്സ് എന്നാണ് പറയുക, ആ ഒരു അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കും. എത്ര ഡേയ്സിൽ കിട്ടും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങൾ പ്രൊഡക്റ്റിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് അറിയേണ്ടതെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറുണ്ട്, ഫോർ ഓർഡർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. മാത്രമല്ല നമ്മൾ റീസെല്ലേഴ്സിനായിട്ടൊരു ഗ്രൂപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുള്ള എൻ്റെ നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കുട്ടികൾ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റണമെന്നുണ്ടാവില്ല, ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനും പറ്റില്ല. നമുക്ക് വീട്ടിലിരുന്നായാലും ഇതുപോലുള്ള വർക്ക് ചെയ്യുമ്പോൾ കുഞ്ഞു മക്കളാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ സമ്മതിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജെന്യൂൻ ആണെന്നുള്ള ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൽ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ തന്നെ റിവ്യൂസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക്സുകൾ നിങ്ങൾക്ക് റീൽസായിട്ട് പോസ്റ്റായിട്ടൊക്കെ കാണാൻ പറ്റും. സ്റ്റോറി ആയിട്ട് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളുടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്തോ നിങ്ങൾക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അന്വേഷിക്കാം. നിങ്ങൾക്ക് ഇനി ഹാമ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മളുടെ നിന്ന് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരുന്നതാണ്. ഇനി നിങ്ങൾക്ക് ബൊക്കേസോ ഹാമ്പേഴ്സും റീസെല്ലിങ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതായത് ഈ ഹാമ്പേഴ്സ് കാര്യങ്ങളൊന്നും നമ്മൾ റീസെല്ലിങ് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് കൂടുതൽ എൻക്വയറീസ് വരുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് അങ്ങനെ റീസെല്ലിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഹെയർ ആക്സസറീസ്, ആൻറ്റി ടേർണിഷ് ജ്വല്ലറീസ് ഒക്കെ ഹോൾസെയിലായിട്ട് തരുന്നുണ്ട്. ഇതീ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നമ്മൾ ഫോട്ടോസ് ഷെയർ ചെയ്ത് തരും. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് ഏതാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്ത് തരും. അത് നിങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഇടാം നിങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ ഒരു റീസെല്ലിംഗ് റേറ്റ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ നിങ്ങളുടെ ചെറിയൊരു പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൂട്ടിയിടുന്നത് നിങ്ങളുടെ ഒരു പ്രോഫിറ്റായിട്ട് കിട്ടും. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടോ എന്നുള്ളതും ഫ്രീ ഷിപ്പിംഗ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ നിങ്ങളോട് പറയും. നമ്മൾ ഡീറ്റെയിൽസ് പറയുന്നതിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ പറയുന്നതിന് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനോടും ഷിപ്പിംഗ് ചാർജ് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഷിപ്പിംഗ് ചാർജ് കുറച്ച് ഒരു പ്രൈസ് വരുന്നുണ്ട്. അത് ഓരോ സ്ഥലങ്ങളെയും അതുപോലെ തന്നെ ഓരോ കൊറിയർ ഓഫീസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. കൊറിയർ ചാർജ് കാര്യങ്ങൾ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഏത് പ്രോഡക്റ്റാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും അതായത് നിങ്ങൾക്ക് വേണ്ടതെന്നും പറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് എത്രയാണ് വരാമെന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വാലറ്റ്സ് ആയാലും അതുപോലെ തന്നെ ഹെയർ ആക്സസറീസ് ആയാലും ആൻറ്റി ടർണിഷ് ജ്വല്ലറീസ് ആയാലും നെയിം പെൻഡൻസ്, അങ്ങനെ അത്യാവശ്യം കുറച്ചധികം ഐറ്റംസ് തന്നെ നമ്മൾ റീസെല് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ റീസെല്ലിങ്ങിനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെയിം, പ്ലേസും അതുപോലെ തന്നെ റീസെല്ലിങ് അതായത് റീസെൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ഈ ഒരു യൂട്യൂബിലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. ഇതൊന്ന് എൻ്റെ ഈ നമ്പറിലോട്ട് തന്നെ ഷെയർ ചെയ്ത് പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. എന്നിട്ട് നിങ്ങൾക്ക് എന്തിൻ്റെ ഡീറ്റെയിൽസാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് നമ്മളെ റീസെല്ലിങ്ങിൻ്റെ ഗ്രൂപ്പിൽ, അതായത് നമ്മളെ റീസെല്ലേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ആഡ് ആവാൻ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലോട്ട് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. കൂടാതെ ഇനി നമ്മളുടെ നിങ്ങൾക്ക് ഇതുപോലെ റീസെല് ചെയ്യേണ്ട, ഞങ്ങൾക്കിത് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിലും അതായത് നിങ്ങൾക്കിത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ നമ്പറിലോട്ട് തന്നെ മെസ്സേജ് അയച്ചാൽ മതി. ഹാമ്പേഴ്സ്, ബൊക്കേസ്, അതുപോലെ തന്നെ ഫ്രെയിംസ്, പോളറോയിഡ്സ്, റിംഗ് ആൽബം, നെയിം വാലറ്റ്, എംബ്രോയ്ഡറി ഹോപ്സ്, റെസിൻ വർക്ക്സ്, ക്രോഷ്യ വർക്ക്സ്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഹാൻഡ് മെയ്ഡ് ഐറ്റംസും നമ്മൾ മേക്ക് ചെയ്ത് നൽകുന്നുണ്ട്. ഇനി ഞാൻ ഈ പറയാത്ത എന്തെങ്കിലും പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിലും നമ്മളത് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ ആ പ്രോഡക്റ്റിൻ്റെ പിക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഷെയർ ചെയ്ത് തന്നാൽ മതി. അവൈലബിൾ ആണോ എന്നുള്ളതും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും. നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണോ, ഓൾമോസ്റ്റ് നമ്മൾ ഈ ബൊക്കെ, ഹാമ്പേഴ്സ്, ഫ്രെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. ഈ ഹെയർ ക്ലിപ്സ്, അതുപോലെ തന്നെ ജ്വല്ലറീസ്,
അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് കസ്റ്റമൈസേഷൻ ഇല്ല. നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ പിക്ക് അയച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഹോൾസെയിലായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല റീസെല്ലിങ് ചെയ്യാനാണ് ഇൻട്രസ്റ്റ് എങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല നിങ്ങൾക്ക് സ്വന്തം ആവശ്യത്തിന് ഓർഡർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. എന്ത് യൂസിന് വേണ്ടിയിട്ടാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വരുമാനം വേണം, എന്നാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നായാലും ഇപ്പോൾ കുട്ടികളുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ റീസെല്ലിംഗ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ്. അതിപ്പോൾ അത്യാവശ്യം കുറേ സ്ഥലങ്ങളിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ജെന്യൂൻ ആണോ എന്നുള്ളതൊക്കെ എവിടെയായാലും നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം പോകാൻ. ഇപ്പോൾ നമ്മളായാലും ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അതായത് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്താലേ അവർ നമുക്ക് പ്രൊഡക്റ്റ് അയക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുകയാണ്, അപ്പോൾ അവർ നമുക്ക് അയച്ചു തന്നിട്ടുമുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ നിങ്ങൾക്ക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ പേജിലും ചെക്ക് ചെയ്യാവുന്നതാണ്. അതിന് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐഡിയും ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ബിയു എന്ന്. നിങ്ങൾ ഇൻസ്റ്റയിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ പേജ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ആ വീഡിയോ കാണുന്നതെങ്കിലും ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ മെസ്സേജ് അയക്കുക. ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് റീസെല്ലിംഗ് ഗ്രൂപ്പും ഉണ്ട്, നമ്മളുടെ കസ്റ്റമർ ഗ്രൂപ്പും ഉണ്ട്. 2 വാട്സപ്പ് ഗ്രൂപ്പ് അവൈലബിൾ ആണ്. ഏതിലാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആയാലും ഷെയർ ചെയ്ത് തരുന്നതാണ്. ചില ടൈമിൽ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേതാണ് പോസിബിൾ ആയെന്ന് വെച്ചാൽ നമ്മൾ ആ ടൈമിൽ നിങ്ങൾ എന്തായാലും ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ നമ്മൾ ബെല്ലാവിറ്റ പെർഫ്യൂംസും സെയിൽ ചെയ്യുന്നുണ്ട്. റീസെല്ലിങ്ങും അവൈലബിൾ ആണ്. ബെല്ലാവിറ്റ മാത്രമല്ല, മെൻസിനെ പറ്റിയിട്ടുള്ള വേറൊരു പെർഫ്യൂമും അവൈലബിൾ ആണ്. ബെല്ലാവിറ്റ പെർഫ്യൂം യൂണിസെക്സ് ആയിട്ടുള്ളതുകൊണ്ട് മെൻസിന് പറ്റിയതുമുണ്ട്, വുമൻസിന് പറ്റിയതുമുണ്ട്. ഈ 3 ടൈപ്പും ഉണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇനി ഹാമ്പേഴ്സൊക്കെ ചെയ്യുമ്പോൾ ഈ സെയിം ബെല്ലാവിറ്റയുടെ പെർഫ്യൂം വെച്ചിട്ടും വേറെ ഐറ്റംസൊക്കെ വെച്ചിട്ടും നമ്മൾ സെറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് വെക്കുമ്പോൾ എത്ര റേറ്റ് ആവും എന്നുള്ളത് ഹാമ്പർ സെറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് തരുമ്പോൾ എത്ര റേറ്റ് ആവും എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറയും. അതല്ല, നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ട്, ഈ ബഡ്ജറ്റിൽ ഏതൊക്കെ ടൈപ്പ് ഹാമ്പേഴ്സ് കിട്ടും എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതും പറഞ്ഞുതരും. ഇനി നിങ്ങൾക്ക് ബഡ്ജറ്റും ഉണ്ട്, നിങ്ങൾക്ക് ഇന്ന പ്രൊഡക്ട്സ് വെക്കണമെന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും ഷെയർ ചെയ്ത് തന്നാൽ ആ ബഡ്ജറ്റിൽ ഈ ഒരു ഐറ്റംസൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് ഹാമ്പർ ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളതും നമ്മൾ പറഞ്ഞിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രോഡക്ട്സ് മാത്രമല്ല, അതുപോലെ തന്നെ നമ്മൾ ഹെന്ന മേക്കിംഗ് കിറ്റ്സ് ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾക്കത് റീസെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് നമ്മൾ വെക്കുന്നുണ്ട്. ഹെന്ന കോൺസ്, നെയിൽ കോൺസ്, ബ്രൈഡൽ കോൺസ്, പ്രാക്ടീസ് കോൺസ്. ഈ കോൺസൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് റീസെല്ലിങ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ തരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ സെൻറ്റഡ് ക്യാൻഡിൽസ് അവൈലബിൾ ആണ്. അതായത് ചെറിയ ക്യാൻഡിൽസ് തൊട്ട് വലുത് വരെ അവൈലബിൾ ആണ്. അതൊക്കെ നമ്മുടെ അടുത്ത് റീസെല്ലിംഗ് ആയിട്ടും അല്ലാതെയും ഉണ്ട്. നിങ്ങൾ ബൾക്കായിട്ട് എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എമൗണ്ടിൽ ചെറിയ ചെറിയ കുറവ് കിട്ടുന്നതാണ് കേട്ടോ. അതായത് ബൾക്കായിട്ട് എന്തോരം എടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് എത്ര പീസസ് വേണമെന്നുള്ളതൊക്കെ പറഞ്ഞാൽ റീസെല്ലിങ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് റീസെല്ലിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഈ പറഞ്ഞിട്ടുള്ള ബെല്ലാവിറ്റ പെർഫ്യൂംസ്, അനദർ പെർഫ്യൂംസ്, ഹെന്ന കിറ്റ്സ്, അതായത് ഹെന്ന ബിഗിനേഴ്സ് കിറ്റ്, ഹെന്ന കോൺസ്, നെയിൽ കോൺസ്, അങ്ങനെ കുറച്ച് കോൺസ് പറഞ്ഞല്ലോ, ആ കോൺസിൻ്റെതായാലും അങ്ങനെ കുറച്ചധികം ഐറ്റംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ റീസെല്ലിങ്ങിന് മാത്രമായിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് റീസെൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹെന്ന മാത്രമായിട്ട് ഹെന്ന ഇടാൻ അറിയുന്ന ആൾക്കാരാണ്, നിങ്ങൾ ഇടുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് കോൺസിനുള്ള കിറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കോൺസ് ഉണ്ടാക്കാനായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെന്ന ബിഗിനേഴ്സ് കിറ്റ് പ്രൊവൈഡ് ചെയ്ത് തരുന്നതിനോടൊപ്പം തന്നെ അതെങ്ങനെ മേക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു ചെറിയൊരു ലിസ്റ്റ് നമ്മൾ നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം ഷെയർ ചെയ്ത് തരും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ DM ചെയ്തോളൂ കേട്ടോ. കൂടാതെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ഹൈപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക. കാരണം നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. 70 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അത്ര ചെറുതല്ല. തുടങ്ങിയിട്ട് ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിലെത്താനായിട്ട് ഞാൻ അത്രത്തോളം കാത്തിരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഇതുപോലെ റീസെല്ലിങ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ കസിൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്രാഫ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ കസിൻസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കിപ്പോൾ വാലറ്റ്സ് കാര്യങ്ങളൊക്കെ റീസെൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു ഡീലറെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. റീസെൽ ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ക്രാഫ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇനി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ സ്റ്റാർട്ട് ചെയ്യാൻ ഇതുവരെ എങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ ആരുടെ നിന്ന് ഇത് കിട്ടും എന്നൊക്കെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇടാനും സ്റ്റോറി ഇടാനായിട്ടുള്ള പിക്സും അതുപോലെ തന്നെ റേറ്റിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ചാൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരികയും ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തായാലും നമ്മളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.